Dear students, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന ടോപ്പിക്ക് കോമൺ കൾട്ടിവബിൾ ഫിഷസ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം നമ്മുടെ സിലബസിലുണ്ട്. ഒരു 5 ടൈപ്പ് ഫിഷസിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതിൻ്റെ എക്കണോമിക് വാല്യൂ, എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം. അപ്പം നമ്മളതിൻ്റെ സയൻറ്റിഫിക് നെയിം പഠിച്ചിരിക്കുക, അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ്, ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ സെക്ഷൻ എയിലേക്കോ സെക്ഷൻ ബിയിലേക്കോ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആയിട്ട് തന്നെ വലിയ ഇൻപുട്ടൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ കുറച്ച് പൈസയൊക്കെ മുടക്കി കുറച്ച് ഫിഷസിനെ വളർത്താനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന ഫിഷസിന് കുറച്ച് ഡിസൈറബിൾ ക്വാളിറ്റീസ് വേണം അല്ലേ. നമുക്കത് എന്തൊക്കെയായിരിക്കണം ആ ക്വാളിറ്റീസ് എന്ന് നോക്കുവാണെങ്കിൽ, ആ ഫിഷസിനെല്ലാം തന്നെ ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലുണ്ടാവണം, ടേസ്റ്റ് ഉണ്ടാവണം, ഫാസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഉണ്ടാവണം, ഡിസീസ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കണം, മാർക്കറ്റ് ഡിമാൻഡും കൂടുതലായിരിക്കണം, നല്ല വിലയും കിട്ടണം. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ ക്വാളിറ്റീസ് ഉള്ള ഫിഷസിനെ ആയിരിക്കും സാധാരണ ഫാമേഴ്സ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വളർത്തുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് സ്പീഷീസ് എന്ന് പറയുന്നത് കട്ല ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ കോമൺ ആയിട്ട് കട്ല എന്നും അറിയപ്പെടുന്നു. ഇത് ഏറ്റവും ലാർജസ്റ്റ് ഫിഷാണ്. കേരളത്തിലെ പല വാട്ടർ ബോഡീസിലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. അപ്പം ഏറ്റവും ലാർജസ്റ്റ് ഫിഷ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രോത്ത് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇത് ഫീഡ് ചെയ്യുന്നത് പ്ലാങ്ക്ടൺസിനെയും അതുപോലെ ഡീക്കേയിങ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെയുമാണ്. ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രോവിങ് ആയിട്ടുള്ള ഇന്ത്യൻ മേജർ കാർപ്പ് സ്പീഷീസാണ് കട്ല എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈസ് 8 തൊട്ട് 10 കിലോഗ്രാം വരെ വരാം. ഇനി റിപ്പോർട്ട് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ലെങ്ത് 29.5 സെൻറ്റിമീറ്റർ ടു 68.5 സെൻറ്റിമീറ്റർ വരെ വന്നിട്ടുള്ളതായിട്ട് റിപ്പോർട്ടുണ്ട്. അതുപോലെ അതിൻ്റെ വെയ്റ്റ് 3.2 to 4.1 കിലോഗ്രാം ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് ദ കൾട്ടിവേഷൻ. ഇനി കളർ നോക്കുവാണെങ്കിൽ സിൽവർ വൈറ്റ് ആണ്, സർഫസ് ഫീഡറാണ്. നമ്മൾ അന്ന് പല ടൈപ്പ് അക്വാകൾച്ചർ പ്രാക്ടീസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ സർഫസ് ഫീഡർ, കോളം ഫീഡർ, ബോട്ടം ഫീഡർ എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ കട്ല ഒരു സർഫസ് ഫീഡറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊങ്ങിക്കിടക്കുന്ന പ്ലാങ്ക്ടൺസ്, എസ്പെഷ്യലി സൂ പ്ലാങ്ക്ടൺസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ജീവികളെയാണ് അത് ഫീഡാക്കുന്നത്. ഇനി ഈ ഒരു പിക്ചറിൽ ഞാൻ കുറച്ച് ഫിൻസിൻ്റെയൊക്കെ പൊസിഷൻ വെച്ചിട്ട് അതിൻ്റെയൊക്കെ പേരുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇനിയുള്ള സ്ലൈഡിൽ നമ്മൾ ഡോർസൽ ഫിൻ, പെക്ട്രൽ ഫിൻ, പെൽവിക് ഫിൻ എന്നൊക്കെ പറയും. അപ്പം ഈ ഒരു പിക്ചർ വെച്ചിട്ട് അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഫിഷിൻ്റെ ഡോർസൽ സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗമാണ്, വെൻട്രൽ സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഫിൻസിനെ നമ്മൾ ഡോർസൽ ഫിൻ എന്ന് പറയും. ഇത് ഫസ്റ്റ് ഡോർസൽ ഫിൻ, സെക്കൻഡ് ഡോർസൽ ഫിൻ. ഇനി വാലിൻ്റെ ഭാഗത്ത് കാണുന്നതിന് നമ്മൾ കോഡൽ ഫിൻ എന്ന് പറയും. ഈ ഫിഷസിൻ്റെ ഏനസിൻ്റെ പൊസിഷൻ ഏതാണ്ട് ഈ സൈഡിലാണ്, അതുകൊണ്ട് അവിടെയുള്ള ഫിന്നിനെ നമ്മൾ ഏനൽ ഫിൻ എന്ന് പറയും. പിന്നെ ഇത് പെൽവിക് ഫിന്നും ഇത് പെക്ടറൽ ഫിന്നുമാണ്. പിന്നെ ഇവിടെയുള്ള ചെറിയ ചെറിയ ഫിൻസിനെ നമ്മൾ ഫിൻലെറ്റ്സ് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി കട്ലയുടെ കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു തരാം. ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് കട്ല എന്ന് പറയുന്നു. ലാർജസ്റ്റ് ആയിട്ടുള്ള കാർപ്പാണ്. ഗ്രേയിഷ് കളറാണ് അതിൻ്റെ മുകൾ സൈഡിൽ. ഈ ഒരു പിക്ചറിലും അത് കാണാൻ പറ്റും. ഈ ഒരു സൈഡിൽ ഗ്രേയിഷ് കളർ, ഇനി സൈഡിലൊക്കെ സിൽവർ കളറുമാണ് ഉള്ളത്. സിൽവറി ഓൺ ദ സൈഡ് ആൻഡ് ഗ്രേയിഷ് കളർ എബോവ്. 1 മീറ്റർ വരെ ലെങ്ത് വയ്ക്കാം. ബ്രോഡ് ആൻഡ് സ്റ്റൗട്ട് ബോഡി, ബ്രോഡ് ഹെഡ്, അപ് ടേൺഡ് മൗത്ത്. ഇതാ ഇതിൻ്റെ ഈ പിക്ചറിൽ കണ്ടോ, എൻ്റെ ഒരു മൗത്തിൻ്റെ പൊസിഷൻ കുറച്ച് മുകളിലോട്ടായിട്ടാണ് ഇരിക്കുക. അതുകൊണ്ടാണ് അപ് ടേൺഡ് മൗത്ത്, പ്രോമിനൻറ്റ് ലിപ്സ് ആൻഡ് ഇലോങ്ങേറ്റഡ് ഫിൻസ്. ആ പോയിന്റ്സ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് പ്രാക്ടിക്കലിനും യൂസ്ഫുൾ ആവും കേട്ടോ. ഇനി കോഡൽ ഫിൻ ഷാർപ്ലി ഫോർക്ഡ്, അത് രണ്ടും നല്ല വ്യക്തമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നു. ഡോർസൽ സൈഡ് ഓഫ് ദ ബോഡി ഈസ് മോർ കോൺകേവ്. ഡോർസൽ സൈഡ് ഇതാണല്ലോ, ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കുഴിഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഡോർസൽ സൈഡ് ഈസ് മോർ കോൺകേവ് ദാൻ ദ വെൻട്രൽ സൈഡ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ സർഫസ് വാട്ടർ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇത് സർഫസ് ഫീഡർ ആണ് എന്ന് നമുക്ക് പറയാം. ഇനി വളർച്ച എത്തുന്നതൊക്കെ എപ്പോഴായിരിക്കും, 2ാമത്തെ വർഷമൊക്കെ ആകുമ്പോൾ തന്നെ മെച്യൂരിറ്റി എത്തുന്നു. പിന്നെ ബോഡി ഈസ് സിൽവറി ബട്ട് ഡാർക്ക് ഗ്രേ എലോങ് ഇറ്റ്സ് ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ കുറച്ച് ഡാർക്കിഷ് ഗ്രേ കളർ കാണാൻ പറ്റും. പിന്നെ പെക്ടറൽ, വെൻട്രൽ ആൻഡ് ഏനൽ ഫിൻസ് ആർ വിത്ത് ഓറഞ്ച് ടിഞ്ച്. ഇതൊക്കെയാണ് അതിൻ്റെ ബുള്ളറ്റ് പോയിന്റ്സ് എന്ന് പറയാവുന്നത്. ഇനി അടുത്ത ഫിഷ് എന്ന് പറയുന്നത് ലേബിയോ രോഹിത, അല്ലെങ്കിൽ നമ്മൾ അതിനെ കോമൺ ആയിട്ട് രോഹു എന്ന് വിളിക്കുന്നു. രോഹുവിനെ നമ്മൾ പല രാജ്യങ്ങളിൽ കാണാം, ഇൻക്ലൂഡിങ് ഇന്ത്യ, പാകിസ്ഥാൻ, ബർമ എക്സെട്ര. ഇത് ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെ നമ്മൾ പല രാജ്യങ്ങളിലേക്കും, ശ്രീലങ്ക, ജപ്പാൻ, മലേഷ്യ പോലുള്ള സ്ഥലങ്ങളിലേക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്നും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് തന്നെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അവിടെ എല്ലാം തന്നെ അത് വളരെ ഫേമസ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇനി ഇതിനെ നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ അതിനെ നമ്മൾ
ഡിസ്ക്രൈബ് ചെയ്തത്, അതായത് ഒരു ഫിഷിനെയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ ക്യാരക്ടേഴ്സ് ഇങ്ങനെയൊക്കെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് ഗംഗയിൽ നിന്നാണ് ആദ്യം കിട്ടിയത്. റിവർ ഗാഞ്ചസിൽ നിന്നാണ് ആദ്യം ഈ ലേബിയോ രോഹിത അല്ലെങ്കിൽ രോഹുവിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം അതിൻ്റെ ഗ്രോത്ത് ഒക്കെ ഒരു 90 സെൻറ്റിമീറ്റർ വരെയൊക്കെ നീളം വെക്കാം. ഇനി റിപ്പോർട്ട് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 38 സെൻറ്റിമീറ്റർ ടു 48 സെൻറ്റിമീറ്റർ വരെ ലെങ്തും വെയിറ്റ് ഓഫ് 680 ഗ്രാം ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് ദ കൾട്ടിവേഷൻ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പം ഫസ്റ്റ് ഇയറിൽ തന്നെ അത് സെക്ഷുവൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ഹെഡ് ഈസ് സ്മോൾ. നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗം വെച്ച് നോക്കുമ്പം ഹെഡ് ചെറുതാണ് എന്ന് കമ്പാരിറ്റീവ്ലി പറയാൻ പറ്റും. പിന്നെ ടെർമിനൽ മൗത്ത് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിയുടെ അറ്റഭാഗത്തായിട്ടാണ് മൗത്ത് കാണുക. തിക്കായിട്ടുള്ള ലിപ്സ് ആയിരിക്കും. ഷോർട്ട് ബാർബെൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൗത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ മീശ പോലുള്ള ഭാഗങ്ങളുണ്ട്, അതാണ് ബാർബെൽസ്, ഷോർട്ട് ബാർബെൽസ്. കളർ ഈസ് ബ്ലൂയിഷ്, അതല്ലെങ്കിൽ ബ്രൗണിഷ് ഗ്രേ കളർ എബോ. മുകൾ ഭാഗത്ത് ഒരു ബ്ലൂയിഷോ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് ഗ്രേ കളറോ ആയിരിക്കും. സ്കെയിൽസ് ഗ്രേ കളറാണ്. അതുപോലെ തന്നെ റെഡ് കളറോ ബ്ലാക്ക് കളറോ ആവാം. ഇതിങ്ങനെ പറയാൻ കാര്യം പല സ്ഥലങ്ങളിൽ വളരുന്ന ഫിഷസിന് പല രീതിയിലാണ് നമ്മൾ കാണുന്നത്. അത് സബ് സ്പീഷീസ് പലതും ഉണ്ടാവും. അപ്പോഴാണ് ഈ കളറിൻ്റെ വ്യത്യാസമൊക്കെ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ വളർച്ച എന്ന് പറയുമ്പോൾ അതിനൊരു 90 സെൻറ്റിമീറ്റർ വരെയൊക്കെ നീളം വെക്കാം. ഇത് കോളം വാട്ടറിലാണ് കഴിയുക. അതല്ലെങ്കിൽ നമ്മൾ എന്തു പറയും, കോളം ഫീഡറാണ്. അതായത് വെള്ളത്തിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടായിരിക്കും ഇത് കൂടുതൽ ഉണ്ടാവുക എന്ന് പറയാം. ഇനി അടുത്ത മീൻ എന്ന് പറയുന്നത് സൈപ്രിനസ് കാർപ്പിയോ അല്ലെങ്കിൽ കോമൺ കാർപ്പ് എന്ന് നമ്മൾ അറിയപ്പെടുന്ന ആ ഫിഷിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്. ഇപ്പം നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം കോമൺ കാർപ്പിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്നൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സൈപ്രിനസ് കാർപ്പിയോ ഈസ് കോമൺ കാർപ്പ് എന്ന് പറയാം. ഇനി ഇത് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തത് ചൈനയിൽ നിന്നാണ്. നീലഗിരിയിലുള്ള റിവേഴ്സിലോട്ടും ലേക്സിലേക്കുമാണ് ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഇതിൻ്റെ ലെങ്ത് ഒക്കെ 75 സെൻറ്റിമീറ്റർ വരെ വരാം. വെയിറ്റ് 6.5 കിലോഗ്രാം വരെ വരാം. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇത് 3 പ്രാവശ്യം ഒരു വർഷത്തിൽ ബ്രീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിനെ നമ്മൾ ഈ മേജർ കാർപ്പിൻ്റെ കൂടെ ഒന്നും ഇട്ട് വളർത്താനായിട്ട് ആരും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം മേജർ കാർപ്പുകളുടെ എഗ്ഗ് ഈ കോമൺ കാർപ്പ് ഫീഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇത് ഒംനിവോറസ് ആണ്, സ്കാവഞ്ചറാണ്, അതായത് മറ്റുള്ള ജീവികളെയൊക്കെ പിടിച്ച് കഴിക്കും. അതേപോലെ പ്ലാന്റ് മെറ്റീരിയലും കഴിക്കും. അതുകൊണ്ടാണ് രണ്ടും കഴിക്കും എന്നുള്ളതുകൊണ്ടാണ് പ്ലാന്റ് ആൻഡ് ആനിമൽ മെറ്റീരിയൽ അതിൻ്റെ ഫുഡായിട്ട് വരുന്നതുകൊണ്ടാണ് ഒംനിവോറസ് എന്ന് പറയുന്നത്. പിന്നെ ബോട്ടം ഫീഡർ ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ഹെഡ് ട്രയാങ്കുലർ ഷേപ്പാണ്. അതുപോലെ തന്നെ റൗണ്ടഡ് അറ്റ് ദ സ്നൗട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റം ഭാഗമാണ് കേട്ടോ. ഹെഡ് ട്രയാങ്കുലർ ആൻഡ് റൗണ്ടഡ് അറ്റ് ദ സ്നൗട്ട് വിത്ത് എ സ്മോൾ ഒബ്ലിക് ടെർമിനൽ ട്യൂബുലർ ആൻഡ് പ്രൊട്രൂസിബിൾ മൗത്ത്. അതായത് ഒബ്ലിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചരിഞ്ഞിട്ടാണ് ഇരിക്കുക, നേരെയല്ല അതിൻ്റെ മൗത്തിൻ്റെ ഓപ്പണിങ്, അതുകൊണ്ടാണ് ഒബ്ലിക് ആണ്. ടെർമിനൽ എന്ന് പറയുമ്പോൾ അറ്റത്താണ്. ട്യൂബുലർ ഷേപ്പിലാണ്. പ്രൊട്രൂസിബിൾ ആണ്, കുറച്ചൊന്ന് മുമ്പോട്ടൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് വരാനും ഒക്കെ പറ്റും. തിക്ക് ഫ്ലഷി ആയിട്ടുള്ള ലിപ്സും ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ നോസ്ട്രിൽസ് എവിടെയാണ്? നോസ്ട്രിൽസ് ആർ സിറ്റുവേറ്റഡ് നിയർ ടു ദി ഐസ്. അതുപോലെ തന്നെ നോസ്ട്രിൽസിൻ്റെ ആ ഒരു വലിപ്പം, അതായത് ആ ഹോൾ ഉണ്ടല്ലോ, അത് കുറച്ച് വലിപ്പമുള്ളതുമായിരിക്കും. പെട്രൽ ഫിൻസ് വലുതായിരിക്കും. ലാറ്ററൽ ലൈൻ കംപ്ലീറ്റ് ആൻഡ് കോൺകേവ്. ലാറ്ററൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ 2 സൈഡിലും കൂടി ഇതുപോലെ ലൈൻ പോലെ ഉണ്ടാവും. അത് പ്രഷറൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൻ്റെ. അപ്പോൾ അങ്ങനത്തെ ലാറ്ററൽ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ബോഡിയുടെ 2 സൈഡിലും കാണാൻ പറ്റും. കോൺകേവ് ആണ്, അതായത് കുറച്ച് ആഴത്തിലായിരിക്കും അത് ഉണ്ടാവുക. കളർ നോക്കുവാണെങ്കിൽ സിൽവറി ആണ്. പിന്നെ ഡാർക്ക് സ്പോട്ട്സ് കാണാൻ പറ്റും അത്രേ ബിറ്റ്വീൻ ദ സ്കെയിൽസ്. ഇവിടെ നിങ്ങൾക്ക് ആ പിക്ചറിലും അത് ക്ലിയർ ആണ്. സ്കെയിൽസിൻ്റെ ഇടയിൽ നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഇടയ്ക്കിടയ്ക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 8 ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ഉള്ളതായിട്ടൊരു അപ്പിയറൻസ് നമുക്ക് തോന്നുന്നു. അത് തോന്നാൻ കാര്യം ഈ ഡോട്ട്സ് ഉള്ളതുകൊണ്ടാണ്. ഈ ഒരു ഫോട്ടോഗ്രാഫിൽ അത് ക്ലിയർ അല്ല എന്ന് മാത്രം. ഇതുപോലെ 8 ലാറ്ററൽ ലൈൻസിൻ്റെ ഒരു പ്രസൻസ് പോലെ നമുക്ക് തോന്നുന്നു, ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ദി ഡാർക്ക് സ്പോട്ട്സ് ഇൻ ബിറ്റ്വീൻ ദ സ്കെയിൽസ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ബ്രീഡിംഗ് സീസൺ ആകുന്ന സമയത്ത് ഈ ഫിഷിൻ്റെ കളർ ബ്രൈറ്റ് റെഡ് കളറായിട്ട് മാറുന്നു. ഫിൻസ് എല്ലാം റെഡിഷ് കളർ ആണ് എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ നമ്മൾ ഇതിനെയൊക്കെ ഈ സ്പെസിമെൻ എന്നുള്ള രീതിയിൽ കളക്ട് ചെയ്ത് ഫോർമലിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് ഗോൾഡൻ യെല്ലോ ആയിട്ട് മാറുന്നതായിട്ടും നമുക്ക് ഒബ്സർവേഷൻ ഉണ്ട്. ഇനി അടുത്ത ഫിഷ് എന്ന് പറയുന്നത് നമ്മൾ തിലാപ്പിയ എന്നുള്ളൊരു കോമൺ നെയിമിൽ അറിയപ്പെടുന്നതാണ്. ഇയാളുടെ സയൻറ്റിഫിക് നെയിം ഓറിയോക്രോമിസ് മൊസാംബിക്ക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കരിമീനുമായിട്ടൊക്കെ ചിലർക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ വളരെ എളുപ്പമാണ്. ബ്ലാക്കിഷ് ബ്ലൂ കളറാണ്. അതുപോലെ തന്നെ വലിപ്പമുള്ള ഹെഡാണ്, വൈഡർ മൗത്ത്. ഇതെല്ലാം തിലാപ്പിയ ആണോ എന്ന് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എവിഡൻസസ് ആണ്, ക്യാരക്ടേഴ്സാണ്. ഡോഴ്സൽ ആൻഡ് ഏനൽ ഫിൻസ് എന്ന് പറയുന്നത് കുറച്ച് നീളമുള്ളതും പോയിൻറ്റഡ് ആയിട്ടുള്ള ടിപ്സും ഉള്ളതുമാണ്.
ഇനി അതുപോലെ തന്നെ ടെയിൽ റൗണ്ട് ഷേപ്പിലായിരിക്കും ഇരിക്കുക. ഇനി നമ്മുടെ ഇങ്ങോട്ടേക്ക് ഇത് വന്നത്, ഇന്ത്യയിലേക്കൊക്കെ ഇതിനെ കൊണ്ടുവന്നത് ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്നാണ് 1952. അതിനുശേഷം അത് ഇന്ത്യയിൽ എസ്പെഷ്യലി സൗത്ത് സൈഡിൽ അത് വളരെ പോപ്പുലർ ആവുകയും ഒക്കെ ചെയ്തു. നമ്മുടെ കേരളത്തിലാണെങ്കിലും പല സ്ഥലങ്ങളിൽ, അതായത് ലേക്സിലോ അല്ലെങ്കിൽ പോൺസിലോ നമ്മളുടെ റിസർവോയറിലോ ഒക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ തിലാപ്പിയ ഇപ്പോൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, തിലാപ്പിയ പ്രിഡേറ്ററി ഇൻഹാബിറ്റ് ആണ്, കാരണം അത് മറ്റുള്ള ജീവികളെയൊക്കെ പിടിച്ച് കഴിച്ച് ജീവിക്കുന്ന ഒരു മീനാണ്. ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് ഉണ്ട്. പിന്നെ 6 തൊട്ട് 8 ആഴ്ച വരെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് ആയിരിക്കും. അതിനുശേഷം കുറച്ച് കുറഞ്ഞിട്ടുള്ള ഗ്രോത്ത് റേറ്റ് ആയിരിക്കും. ഇനി ഈ തിലാപ്പിയയുടെ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ ഇതിൻ്റെ സൈസ് അനുസരിച്ചാണ്, അതായത് വളർച്ച കൂടുമ്പോൾ ആ ഗ്രോത്ത് റേറ്റ് അനുസരിച്ചിട്ടാണ് ഇയാളുടെ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറയാവുന്നത്. പിന്നെ ഇതിനെ നമ്മൾ കൂടുതലും കാണുന്നത് മോണോസെക്സ് കൾച്ചറായിട്ടോ അല്ലെങ്കിൽ പാഡി കം ഫിഷ് കൾച്ചറായിട്ടോ ആണ്. കൂടുതലും നമ്മളതിന് ലുക്രേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലുക്രേറ്റീവിന് ഉള്ള വാക്കിൻ്റെ അർത്ഥം കുറച്ച് കൂടുതൽ നമുക്ക് ലാഭം ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ്. ഈ പാഡിക്കം ഫിഷ് കൾച്ചർ അല്ലെങ്കിൽ മോണോസെക്സ് രീതി നമ്മൾ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തിലാപ്പിയയ്ക്ക് ആ രീതിയിൽ ചെയ്താൽ കുറച്ചും കൂടി ലാഭകരമാണ് നമുക്ക് എന്നുള്ളതാണ്. ഇനി കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ, കോഡൽ ഫിൻ വിത്ത് റെഗുലർ ഡാർക്ക് വെർട്ടിക്കൽ സ്ട്രൈപ്സ്. ഇതാ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതിനിങ്ങനെ സ്ട്രൈപ്സ് ഈ വാലിൽ കാണാൻ പറ്റുന്നു. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഡോർസൽ ഫിൻ വിത്ത് ഡാർക്ക് മാർജിൻ. ഡോർസൽ ഫിൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ളത് ഡാർക്ക് മാർജിൻ ഉണ്ടാവും, അതിൻ്റെ സൈഡിലെല്ലാം കുറച്ച് ഷെയ്ഡ് കൂടുതലായിരിക്കും. പിന്നെ റെഡ് കളറേഷൻ ഓൺ ദ ഹെഡ് ആൻഡ് ലോവർ പാർട്ട് ഓഫ് ദി ബോഡി ഇൻ ബ്രീഡിംഗ് മെയിൽസ്. ബ്രീഡിംഗ് സമയമാകുമ്പോൾ അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ്ലി മെച്യൂർ ആയിട്ടുള്ള മെയിൽസിൻ്റെ ഹെഡും അതിൻ്റെ ബോഡിയുടെ ലോവർ പാർട്ട്, അതായത് വെൻട്രൽ സൈഡും ഒക്കെ റെഡ് കളറിലായിരിക്കും ഉണ്ടാവുക. ഇനി ഫീമെയിൽസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അത് ഓരോ സ്പീഷീസ് സബ് സ്പീഷീസ് ഉണ്ട്, ഓരോരോ പല വെറൈറ്റികളുണ്ട്, അതിന് കളറ് വേരി ചെയ്യുന്നു എന്നുള്ളതാണ്. ചില ഫീമെയിൽ ഫിഷസ് നമ്മുടെ മെയിൽസിനെ പോലെ തന്നെയാണ് ബ്രീഡിംഗ് സീസണിൽ അതിൻ്റെ കളറും അതിൻ്റെ ഹെഡിലും അതിൻ്റെ വെൻട്രൽ സൈഡിലും റെഡ് കളറ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഫിഷാണ് നമ്മുടെ കരിമീൻ എന്ന് നമ്മൾ അറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള എട്രോപ്ലസ് സുറാറ്റെൻസിസ് കേട്ടോ. അപ്പോൾ നമ്മളോട് സയൻറ്റിഫിക് നെയിം ചോദിച്ചാൽ നമ്മൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ബേസിക്സ് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അതിൻ്റെ ജനറിക് നെയിം എഴുതുമ്പോൾ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററും സ്പീഷീസ് നെയിം എഴുതുമ്പം ആദ്യത്തെ ലെറ്റർ സ്മോൾ ലെറ്ററും ആയിരിക്കണം എഴുതുക. നമ്മൾ ടൈപ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇറ്റാലിക്സിൽ എഴുതാം. അതല്ല നമ്മൾ ഹാൻഡ് റിട്ടൺ ആകുമ്പോൾ ഈ ഓരോന്നിൻ്റെയും ജനറിക് നെയിമിൻ്റെ അടിയിലും സ്പീഷീസ് നെയിമിൻ്റെ അടിയിലും സെപ്പറേറ്റ് അണ്ടർലൈൻ ചെയ്യുക എന്നുള്ളതും സൂക്ഷിക്കുക കേട്ടോ. പിന്നെ ഇതിനെ കരിമീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫിഷാണ്. നമ്മുടെ കേരളത്തിലെ മിക്കവാറും എല്ലാ വാട്ടർ ബോഡീസിലും ഇതിനെ നമുക്ക് കാണാൻ പറ്റും. പേൾ സ്പോട്ട് എന്നാണ് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു പേര്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫിഷാണ്. കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ആ പോയിന്റ് എല്ലാം നമുക്ക് എഴുതാം ഇവിടെ. ബോഡിയുടെ ഒരു പ്രത്യേകത, അതിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ബോഡി ഈസ് ലൈറ്റ് ഗ്രീനിഷ് ഓർ ബ്രൈറ്റ് ഗ്രീനിഷ്. ചില സ്ഥലങ്ങളിൽ വളരുമ്പോൾ അതിൻ്റെ കളറിൻ്റെ ഷെയ്ഡ് കുറച്ച് വ്യത്യാസപ്പെട്ട് വരാറുണ്ട്. പക്ഷേ എങ്കിലും നമ്മളുടെ ഒരു ജനറൽ ക്യാരക്ടറായിട്ട് പറയുമ്പോൾ ബോഡി ഈസ് ലൈറ്റ് ഗ്രീനിഷ് ഇൻ കളർ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ 8 യെല്ലോ കളറിലെ ട്രാൻസ്വേഴ്സ് ബാൻഡ്സ് ആൻഡ് വൈറ്റ് സ്പോട്ട്സ് ഇത് കാണാൻ പറ്റും. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ബാൻഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നു. ട്രാൻസ്വേഴ്സ് ബാൻഡ് അത് 8 എണ്ണം കാണാൻ പറ്റും. അതുപോലെ തന്നെ മുഴുവനും വൈറ്റ് സ്പോട്ട്സ് ഇങ്ങനെ കാണാം. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പേൾ സ്പോട്ട് എന്ന് പറയുന്നത്. ബോഡി ഈസ് ലാറ്ററലി കംപ്രസ്ഡ് എന്ന് വെച്ചാൽ എന്താ, രണ്ട് ഭാഗത്തുനിന്നും കൂടി അടിച്ചു പരുത്തിയതാണ് കാണാൻ. അതിൻ്റെ ഒരു അല്ല ഇങ്ങനെ വളരെ ബൾക്കി ആയിട്ടുള്ളൊരു ബോഡി അല്ല, അതുകൊണ്ടാണ് ലാറ്ററലി കംപ്രസ്ഡ് ബോഡി. മറ്റൊരു പ്രത്യേകത, ഇത് ഹെർബിവോറാണ് എന്ന് പറയാം, അതായത് പ്ലാന്റ് മെറ്റീരിയലാണ് അത് കഴിക്കാറ്. മാക്സിമം വെയിറ്റ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് 1.7 കിലോഗ്രാം ആണ്. ബ്രീഡിംഗ് നോക്കുവാണെങ്കിൽ ത്രൂ ഔട്ട് ദി ഇയർ അത് ബ്രീഡ് ചെയ്യുന്നുണ്ട്. എക്സിബിറ്റ്സ് പാരൻ്റൽ കെയർ, അതും ഒരു പ്രത്യേകതയാണ്. പിന്നെ നമുക്ക് പാഡി ഫീൽഡിലൊക്കെ പെട്ടെന്ന് തന്നെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പാഡി കം ഫിഷ് കൾച്ചർ രീതിയിലൊക്കെ നമുക്ക് കരിമീൻ അല്ലെങ്കിൽ എട്രോപ്ലസ് സുറാറ്റെൻസിസിനെ വളർത്താവുന്നതാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇത്രയും ഫിഷസിനെ കുറിച്ചാണ് നമ്മുടെ സിലബസിൽ കോമൺ കൾട്ടിവബിൾ ഫിഷസ് ഇൻ കേരള എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് തിയറിക്കും അതേപോലെ പ്രാക്ടിക്കലിനും യൂസ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു.